പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരല്പസമയം ഒരു വചനം നിങ്ങളോട് പറയാൻ വിചാരിക്കുക. പറയുന്ന വചനം ഇച്ചിരി ഒരു കട്ടിയുള്ള വചനമാണ്. കേൾക്കാനുള്ള നല്ല മനസ്സ് വേണം, നല്ല തുറന്ന മനസ്സ് വേണം. എപ്പോഴും സാധാരണക്കാർ പറയുന്ന കാര്യമല്ല പറയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരല്പം ഒന്നുകൂടെ ഇപ്പം ഡീപ്പർ തിങ്സ് അതാണ് എനിക്ക് പറയാനുള്ളത്. വിശദമായിട്ട് പറയേണ്ടതാണ്, എന്നിരിക്കലും അതിനുള്ള നേരമല്ലല്ലോ. ഞങ്ങളിന്ന് ഇത് മൂന്നാമത്തെയാണ് സർവീസാണ്. അതുകൊണ്ട് സ്വല്പസമയം ഒന്ന് നല്ല പോലെ ശ്രദ്ധിച്ചിരുന്നാൽ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. കേവലം അറിയേണ്ടതല്ല, അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്ന ഒരു കാര്യമാണ്. കാണിച്ചു തന്നത് മാത്രമല്ല, അനുഭവത്തിൽ കൊണ്ടുവന്നൊരു കാര്യമാണ് പറയാൻ. അത് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മ സ്നാനം നമ്മുടെ പെന്തക്കോസ്ത് ഉപദേശത്തിൻ്റെ കാതലായ ഒരു ഭാവമാണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവത്തെ സംബന്ധിച്ച് ഒരു കാര്യം. അപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ പെന്തക്കോസ്ത് വീട്ടിൽ ജനിച്ച എൻ്റെ വല്യപ്പൻ്റെ കാലത്ത് അവർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് പെന്തക്കോസ്തി വന്നത്. അതിന് മുമ്പ് ഒരു ബ്രദറുകാരൻ അവിടുന്നാണ് ഈ പെന്തക്കോസ്തി വന്നത്. അപ്പം ഞാനങ്ങനെ ആ വീട്ടിൽ ജനിച്ചു. അതിൻ്റെ ഭക്തിയിൽ, അതിൻ്റെ പശ്ചാത്തലത്തിൽ വളർന്നു. ഒരു 13 വയസ്സുള്ളപ്പോൾ ആത്മസ്നാനം പ്രാപിച്ചു. വളരെ ചെറുപ്പത്തിലെ സുവിശേഷ വേലയ്ക്ക് പോയി. അങ്ങനെ ഇപ്പോൾ ഒരു 52 വർഷമായിട്ട് ഞാൻ സുവിശേഷ വേലക്കാരൻ. അത് പല പല മണ്ഡലങ്ങളിൽ വേല ചെയ്തു. കുറച്ചു കാലം ഒരു പാസ്റ്ററായിരുന്നു. പിന്നെ ഒരു 23 വർഷം ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡ് ബൈബിൾ കോളേജിൽ ഒരു അധ്യാപകനായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിങ്ങനെ ഒരു പ്രസംഗിയായിരുന്നു. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഇങ്ങനെ കൺവെൻഷന് പോവുക, പ്രസംഗിക്കുക, അതൊക്കെ ഒരു സാധാരണ കാര്യമായിരുന്നു. 84 തൊട്ട് ഞാൻ സഭയുടെ ഭരണത്തിലാണ്, അഡ്മിനിസ്ട്രേഷൻ, ഡിഫറെൻറ്റ് ലെവൽസ്. അപ്പം ഇങ്ങനെ കുറേയേറെ ശുശ്രൂഷകൾ ചെയ്തു വന്നിട്ടുണ്ട് ഒരു മനുഷ്യൻ. എന്നോട് ദൈവാത്മാവ് പഠിപ്പിച്ചൊരു പാഠം ഞാൻ പറയാൻ പോകും. ആത്മാവിനെ കുറിച്ചുള്ളൊരു പാഠം. ഒരു പക്ഷേ എന്നെ തൊണ്ടയൊക്കെ ഷാർപ്പായിട്ടുള്ള ഒരാളാണ്. പക്ഷേ കാനഡയ്ക്ക് വന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു ചെറിയ പ്രശ്നമാണ്. ഇവിടുത്തെ എയർപോർട്ട് ടു ക്രൗഡഡ്, അങ്ങനെയൊക്കെയുള്ള കാര്യം കൊണ്ട് സ്വല്പം ഒരു അസ്വസ്ഥത ഉണ്ടായതാണ്. അല്ലെങ്കിൽ നോർമൽ ചുമയോ അസ്വസ്ഥതകളോ ഒന്നുമില്ല, പെർഫെക്റ്റ്ലി ഹെൽത്തി, നല്ല ശബ്ദം, എത്ര നേരം ആണെങ്കിലും പ്രസംഗിക്കും, അങ്ങനെയൊക്കെയുള്ളതാണ്. അതുകൊണ്ട് ഇടയ്ക്കുള്ള സ്വല്പ അസ്വസ്ഥത, forgive me, no choice, I cannot do anything about it. Anyway, അപ്പോൾ ഒരു വലിയ പാഠം ആത്മാവിനെ പഠിപ്പിച്ചു. ഇന്നത്തെ കാലത്ത് കുറെ ചോദ്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ഇതിനകത്തുണ്ടാവും, വിമർശനങ്ങളും ഉണ്ടാവും. അങ്ങനത്തെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ ആ വിമർശനങ്ങൾ കാര്യം നേരെ ചെവ്വേ അറിയാൻ മേലാത്തതുകൊണ്ടും തനി പെന്തിക്കോസ്ത് എന്താണ് എന്ന് അറിയാൻ മേലാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. പഴയ പെന്തിക്കോസ്ത് ഞാൻ പറഞ്ഞ ആദ്യ നൂറ്റാണ്ടിലെ പെന്തിക്കോസ്ത് മാത്രമല്ല, ആദ്യ നൂറ്റാണ്ടിലെ പെന്തിക്കോസ്ത് ഉണ്ട്, നമ്മുടെ അപ്പന്മാരുടെ കാലത്തുണ്ടായ പെന്തിക്കോസ്ത് ഉണ്ടല്ലോ. ആ പെന്തിക്കോസ്തിൻ്റെ അനുഭവങ്ങളും മറ്റും കൂടെ പരിശോധിച്ച് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു സമയത്ത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് അത് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വായിച്ചു.
അടുത്ത വാക്യം, അടുത്ത വാക്യം. ആമേൻ. വാക്യം കേട്ടല്ലോ എല്ലാവരും. അവിടെ ഇത് യോഹന്നാൻ സ്നാപകന്റെ പ്രഖ്യാപനങ്ങളാണ്. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി, ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി ദൈവം അയച്ച ആളാണ്. ആ ഒറ്റ ജോലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദീർഘകാലം പ്രസംഗിച്ചില്ല. ഈ ഒറ്റ പണി കഴിഞ്ഞു, തൻ്റെ ജോലി കഴിഞ്ഞു, തന്നെ കൊന്നു. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ആകെയുള്ള ജോലി യേശുവിനെ പരിചയപ്പെടുത്താൻ. അതും സാധാരണക്കാരനല്ലല്ലോ. സാധാരണക്കാരനെന്ന് പറഞ്ഞാലും അവൻ്റെ അമ്മ ഗർഭധാരണകാലം കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞ ശേഷം ഗർഭം ധരിച്ച് പ്രസവിച്ചതാണ് ഇവനെ. പ്രത്യേക കാര്യത്തിന് വേണ്ടി ദൂതം വന്ന് പറഞ്ഞ് നിയമിച്ച് ഇവനെ പ്രസവിച്ചാണ്. എന്നാൽ അവനെ പ്രസവിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ താൻ ചെയ്യാനുള്ള പണിക്ക് വേണ്ടി ആത്മാവിൽ നിറഞ്ഞവനാണ് യോഹന്നാൻ സ്നാപകൻ. For this purpose, this one purpose, to introduce Christ to the public, to the people. അപ്പൊ അദ്ദേഹത്തിന്റെ പരിചയപ്പെടുത്തലാണ് കൃത്യം പരിചയപ്പെടുത്തൽ. അതിന് വേണ്ടി വിട്ടവനാണ്. സോ പരിചയപ്പെടുത്തിയത് മൊത്തം ഇറ്റ് ഈസ് എക്സാക്ട്. ദാറ്റ്സ് വാട്ട് ഹി ഈസ്, ഹി വാസ്. എന്താണ് യോഹന്നാൻ സ്നാപകനെ യേശുവിനെ കുറിച്ച്? അതിൻ്റെ ഉള്ള വാക്യങ്ങളാണ് വായിച്ചു കേട്ടത്. എന്നാൽ അത് കൂടാതൊരു വാക്യമുണ്ട്, ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രം. യേശു പരസ്യമായി രംഗത്ത് വന്നു, ശുശ്രൂഷയ്ക്ക് വേണ്ടി രംഗത്ത് വന്നപ്പോൾ പബ്ലിക്കിന്റെ മുമ്പ് ആദ്യം പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷപ്പെടുമ്പോൾ വിളിച്ചു പറഞ്ഞു, യോഹന്നാൻ 1:29, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. The Lamb of God which takes away the sin of the world. Lamb of God. പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? യേശു കുഞ്ഞാടാണെന്നാണോ? അല്ലല്ലോ, യേശു ആടൊന്നുമല്ല. എന്നാൽ അവരുടെ മതത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു കൊടുത്തതാണ്. അർത്ഥം ഇതാണ്, യേശു ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിക്കാൻ വന്നതാണ്. കാരണം വാക്കിന്റെ അർത്ഥം. അല്ലാതെ യേശു അക്ഷരാർത്ഥത്തിൽ ആളല്ല. അത് ആദ്യത്തെ പരിചയപ്പെടുത്തൽ. 2-3 പരിചയപ്പെടുത്തലാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. എന്താണ് രണ്ടാമത്തെ പരിചയപ്പെടുത്തൽ? 16-ാം വാക്യം. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കും. അതിനാണ് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. എന്നാൽ എന്നെക്കാൾ ബലവാനായ ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുന്നു. അവൻ വലിയ കൂടിയ ആളാണ്. അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. അദ്ദേഹം വരുന്നു, അദ്ദേഹം സ്നാനപ്പെടുത്താൻ വരികയാണ്. അദ്ദേഹം തരുന്ന സ്നാനം പരിശുദ്ധാത്മാവിലും തീയിലുമുള്ള സ്നാനമാണ്. പരിശുദ്ധാത്മാവിലും തീയിലുമുള്ള ഒരു സ്നാനമാണ്. അതേ പിന്നെ പറയാം. 3-ാമത്തെ കാര്യം, വീശുമുറം അവന്റെ കയ്യിൽ ഉണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പരയിൽ കൂട്ടിവെക്കുകയും പതിർക്കിടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുനിന്ന് വന്ന ആളുകളാണ്, അതുകൊണ്ട് കാര്യം മനസ്സിലാവും. വീശുമുറം കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കണ്ടമാനം നെല്ലും ഒക്കെ കൃഷി ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന സ്ഥലം, നമ്മുടെ കുട്ടനാടൻ ദേശങ്ങളിലൊക്കെ ഒരുപാട് നെൽകൃഷിയുണ്ട്. അപ്പം നെല്ല് കൊയ്ത് ഈ വയലിൽ മെതിക്കും. മെതിച്ച് കഴിഞ്ഞ് വെച്ച് അത് പാറ്റി വേണം കൊണ്ടുവരാൻ. പാറ്റാൻ അവരുപയോഗിക്കുന്ന വിധം എന്ന് പറയുന്നത് ഇങ്ങനെ കാറ്റത്ത് വാരിയിടും. വാരിയിടുമ്പോൾ പതിരങ്ങ് പറന്നു പോകും, മണി കിട്ടും. പക്ഷെ എല്ലാ പതിരും അങ്ങനെ പോവില്ലേ കാറ്റത്ത്. അതിനൊരു മുറം എടുത്തൊരു വീശും കൂടെ വീശും. വീശുമ്പോൾ പതിരെല്ലാം പോകും. ആ മുറം അല്ലെങ്കിൽ തന്നെ വീട്ടിൽ മുറം ഉപയോഗിക്കാറില്ലേ മലയാളികളെല്ലാം. അപ്പം മുറം അറിയാമല്ലോ. അപ്പം മുറം എന്തിനാണ്? പതിര് മാറ്റി നല്ല മണി മാത്രം എടുക്കാൻ. അതിനാണ് മുറം. അപ്പം യേശു ഇനിയും വരുമ്പോൾ കൈ മുറം കാണും. അക്ഷരാർത്ഥത്തിൽ യേശുവിൻ്റെ കൈ മുറം കാണുമെന്നാണോ എൻ്റെ അർത്ഥം? അല്ലല്ലോ. പറഞ്ഞതിൻ്റെ അർത്ഥം നല്ല വിശ്വാസിയെ കൊണ്ടുപോകും, ഡ്യൂപ്ലിക്കേറ്റിനെ ഒരെണ്ണത്തിനെയും കൊണ്ടുപോവില്ല. വിഷമുണ്ട്, അകത്ത് ജീവനില്ലാത്ത ഒരെണ്ണത്തെയും കൊണ്ടുപോവില്ല എന്ന് പറയാനാണ് ആ ഉദാഹരണം. ഇത് അപ്പൊ ഇവിടെ എല്ലാം ഉദാഹരണങ്ങളാണ്. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് സാദൃശ്യം, മുറമുണ്ട് സാദൃശ്യം. നടക്കത്ത കാര്യം, എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനപ്പെടുത്തും.
അപ്പം ഈ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനപ്പെടുത്തുമെന്ന് പറയുന്നതിനെ നല്ല പോലെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണം. ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ തിരിയില്ല. ആത്മാവെന്ന് പറഞ്ഞാൽ ആർക്കറിയാം വിശദീകരിക്കാൻ? ആത്മാവെന്ന് പറഞ്ഞാൽ അത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇറ്റ് ഈസ് ഇൻവിസിബിൾ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ സ്പിരിറ്റ്. അപ്പം ആ ആത്മാവിനെ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞ ഉദാഹരണമാണ് പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞാൽ. എനിക്ക് ഒത്തിരി പറയാൻ നേരമില്ല. ഒരു വേദശാസ്ത്ര സംഗതിയാണിത്. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ സ്റ്റേറ്റ് ചെയ്ത് മാത്രം വിടാം. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഈ വാക്കിൻ്റെ അർത്ഥം നോക്കിയാൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ തത്വത്തിൽ മൂന്നാമനായ ദൈവമല്ലേ? അല്ലേ? തത്വത്തിൽ മൂന്നാമനായ ദൈവം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ താമസിക്കാൻ മനുഷ്യരുടെ അകത്ത് ഇറങ്ങി വരുന്നതാണ് ആത്മസ്നാനമെന്നാണ് നമ്മുടെ വിശ്വാസം. ദൈവം എന്നൂടെ പറയുന്നു, താമസിക്കാൻ ഈ മനുഷ്യ ശരീരത്തിൽ ഇറങ്ങി വരും, വന്നങ്ങ് താമസിക്കും. അപ്പം അതിനെ വിശദീകരിക്കുക. അല്ലാതെ ഈ എന്തൊക്കെയോ യോഗം നടക്കുന്നു, അപ്പോൾ ഒരു വികാരം ഉണ്ടാവും. വികാരം ഉണ്ടാകുമ്പോൾ ചിലരുടെ ശരീരം ഒന്ന് കുലുങ്ങിയെന്ന് വരാം, ചിലരുടെ കുലുങ്ങിയെന്ന് വരാം. അപ്പം രണ്ട് അന്യഭാഷ പറയുന്നു. ഇതാണ് ആത്മസ്നാനം എന്നാണ് പൊതുവെയുള്ള ആളുകളുടെ ധാരണ. ഒരു പക്ഷേ അതല്ല. അതിനേക്കാൾ ആഴമായി സംഭവിക്കാനുള്ളത് ആത്മാവ് താമസിക്കാൻ ഇതിനകത്ത് ഇറങ്ങി വരുന്ന അനുഭവമാണ്. അങ്ങനെയുള്ള ഇറങ്ങി വരുന്ന അനുഭവത്തെ ഇവിടെ വിശദീകരിച്ചിരിക്കുന്ന ഈ പാഠം അവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവ് കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. സ്നാനം കഴിപ്പിക്കും. നിങ്ങൾ വേദപുസ്തകം പഠിച്ചാൽ ദൈവം ഭൂമിയിൽ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെട്ട കുറെ സമയങ്ങളുണ്ട്. ഒന്നേ പറഞ്ഞു, God came down to the earth. Really. Not just dreams, not visions. Really, God came down to the earth at certain occasions and people saw him. ആ സന്ദർഭങ്ങൾ നിങ്ങളൊന്ന് നോക്കിയാൽ ദൈവത്തെ ആൾ രൂപത്തിൽ കണ്ടിട്ടില്ല. ദൈവത്തെ ആർക്കും ആൾ രൂപത്തിൽ കാണാൻ പറ്റില്ല. ദൈവത്തെ കണ്ടപ്പോൾ മിക്കപ്പോഴും കണ്ടത് വലിയ തീയായിട്ടാണ്. വിശദീകരിക്കാൻ നേരമില്ല, പറഞ്ഞോട് പറയാം. മോശ ദൈവത്തെ കണ്ടു ഹോരേബിൽ. ഒരു മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതല്ലേ കണ്ടത്? യഹോവയല്ലേ കണ്ടത്? അല്ല നാട്ടിൽ തീ കത്തിയതല്ലല്ലോ. സീനായി മലയിൽ എല്ലാവരും കാണത്തക്കോണം ദൈവം ഇറങ്ങി. ഇസ്രായേൽ മൊത്തം കാണത്തക്കോണം ദൈവം ഇറങ്ങി. ജനം എന്താ കണ്ടത്? മല മുഴുവൻ തീ പിടിച്ച് കത്തുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന ആകാശ മധ്യത്തോളം തീ ആളി കത്തുന്നു. മലയെ തീ പിടിച്ചതല്ല, ദൈവം ഇറങ്ങി. യെഹെസ്കേൽ ദൈവത്തെ കണ്ടു. കണ്ടങ്ങനെയെന്നറിയോ? ആരയ്ക്ക് മേപ്പോട്ട് മൊത്തം തീ, ആരയ്ക്ക് കീപ്പോട്ടും തീ. അങ്ങനെയാണ് ദൈവത്തെ കണ്ടിട്ടുള്ളത്. അല്ല, യേശു മഹത്വത്തിൽ വന്ന ചില സമയങ്ങളൊന്ന് ആലോചിച്ചോ. മനുഷ്യനായ യേശുവിനെ ആർക്കും അടുത്ത് എല്ലാം തൊടാം, കൂടിരിക്കാം. യോഹന്നാൻ നെഞ്ചോട് ചേർന്നിരുന്നില്ലേ? വെരി കോമൺ, ആൾക്ക് ചെല്ലാം. എന്താ മറുരൂപമലയിൽ യേശു വന്നപ്പോഴോ ഒന്ന് മറുരൂപപ്പെട്ടില്ലേ? അപ്പോഴത്തേക്ക് ആളുകൾക്ക് അടുത്തു ചെല്ലാൻ മേലാത്ത ഭയങ്കര പ്രഭാവം, സൂര്യന്റെ വെളിച്ചത്തൊക്കെ വീണ് വെളിച്ചത്തില്ലാണ്. യോഹന്നാൻ അപ്പോസ്തലൻ നെഞ്ചോട് ചാരി ഇരുന്നവൻ തന്നെ യേശുവിനെ പത്മോസിൽ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു എന്നല്ലേ പറയുന്നത്? ഭയങ്കര പ്രഭാവത്തിലാണ്. അല്ല, പെന്തിക്കോസ്തോസ് ആത്മാവ് വന്നപ്പോഴോ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. ഓരോരുത്തൻ്റെ മേൽ അഗ്നിജ്വാല പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഞാനിത് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില ആളുകൾക്ക് സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇച്ചിരി പഴയ പെന്തക്കോസ്ത് പറയുകയാണ്. പണ്ട് പാടുന്നൊരു പാട്ടറിയാമോ? എരിയുന്ന തീ സമമാം ദിവ്യജീവൻ തരിക നീ പരനെ നിരന്തരമായി. പാടിയിട്ടുണ്ടോ പഴയ പെന്തക്കോസ്ത്? ആരെങ്കിലും അറിയില്ല? നിങ്ങളാരും പഴയ പെന്തക്കോസ്ത് അല്ല? ഞങ്ങളൊക്കെ കാത്തിരിപ്പത്തിന് പാടിയിട്ടുള്ള പാട്ടാണ്. അല്ല, തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക. ഇപ്പോഴത്തെ പെന്തക്കോസ്തും മിക്ക പേർക്കും അറിയാവുന്ന പാട്ടല്ലേ? എന്താ തീ?
ദൈവം അയക്കുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടിയല്ലേ ആ വാക്ക് പറഞ്ഞത്? ഇത് പിതാക്കന്മാർ അറിഞ്ഞിട്ടാണ് അവർ പാടിയത്, അനുഭവിച്ചിട്ടാണ് അവർ പാടിയത്. ഇടക്കാലത്തെ പെന്തിക്കോസ്തിന് കാര്യങ്ങൾ തിരിച്ചറിയാൻ മേലാതെ എല്ലാ അന്യഭാഷയിൽ ഒതുക്കി. അതിനപ്പുറത്തൊരു അനുഭവത്തെക്കുറിച്ച് ഇടക്കാല പെന്തിക്കോസ്തിന് അറിയില്ല. എന്നാൽ ഈ പെന്തിക്കോസ്ത് എന്ന് പറയുന്നത് കേവലം ഇടക്കാല പെന്തിക്കോസ്ത് അല്ല, ഇത് പെന്തിക്കോസ്ത് നാളിൽ പണ്ട് കത്തിയ അഗ്നിയാണ്, അന്നിറങ്ങി വന്ന ആത്മാവാണ്. വലിയ മഹത്വത്തോടെ ഇവിടെയും വലിയ അഗ്നിയുടെ സ്ഥലം ഉണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത്. ഒന്റാറിയോയിൽ അങ്ങനെ സംഭവിച്ചു എന്ന് ഇവിടെയും. ലോകം മുഴുവൻ സംഭവിച്ച ഈ വലിയ പ്രതിഭാസം എന്താണ് വാസ്തവത്തിൽ ഇപ്പറയുന്നത് എന്ന് ഒന്ന് പറഞ്ഞാൽ ഇത് സാക്ഷ്യമാണ്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ തീ കത്തി എന്നുള്ളതും സത്യമാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭാഷയ്ക്ക് വിശദീകരിച്ച്, എൻ്റെ ഭാഷയെന്ന് പറഞ്ഞാൽ എനിക്ക് ആത്മാവ് നൽകിയ ചില പ്രകാശനങ്ങളാണ്. കാര്യം മനസ്സിലാക്കണമെങ്കിൽ സ്നാനപ്പെടുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. നിങ്ങളൊക്കെ സ്നാനപ്പെട്ടവരാകും. സ്നാനപ്പെട്ടപ്പോൾ നിങ്ങളെ മൊത്തം മുക്കിയല്ലേ സ്നാനപ്പെടുത്തി? ഞാൻ സ്നാനപ്പെടുത്തുന്ന ആളെ മൊത്തം മുക്കിയേ സ്നാനപ്പെടുത്തുള്ളൂ. എൻ്റെ രീതി പറഞ്ഞാൽ ഇവിടെ നോക്കി നിൽക്കും, ഈ തലമുടിയും കൂടെ വെള്ളത്തിൽ മുങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആളിനെ പിടിച്ച് പൊക്കുള്ളൂ. നല്ലവരെ മുക്കും. അതാണ് സ്നാനം. അത് തീയിൽ സ്നാനപ്പെടുത്തണം. അപ്പൊ അങ്ങനെയുള്ള തീയിലെ സ്നാനം എന്ന് പറയുമ്പോൾ അത് സാധാരണ തീയല്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ ദൈവം എന്ന തീയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് തീക്കത്തിടുക. എന്ത് സംഭവിക്കുന്നറിയോ? ഇരുമ്പ് കഷ്ണം തീക്കത്തിട്ടാൽ അതിന് തീ പിടിക്കും, അത് തീയായി മാറും. നത്തിങ് ലെസ്, തീയായി മാറും. തീയുടെ നിറമാവും, തീയുടെ സ്വഭാവമാവും. അത് ഇരുമ്പാണ്. പക്ഷേ തീക്കകത്തിട്ടപ്പോ അതിനകത്ത് അകത്തും പുറത്തും മൊത്തം തീയായി. ഇതാണ് അഗ്നിസ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം എന്ന ഈ തീക്കകത്തേക്ക് ദൈവം ഇതിനകത്ത് താമസിക്കാൻ ഇറങ്ങി വരുന്നതല്ലേ. മൊത്തം താമസിക്കാൻ ഇറങ്ങി വരുന്നതാണെങ്കിൽ അത് മുഴുവൻ അവയവങ്ങളിലും താമസിക്കാൻ വരും, മുഴുവൻ ശരീരത്തിലും താമസിക്കാൻ വരും. അങ്ങനെ താമസിച്ചാൽ ആ തീക്ക് ആ ഇരുമ്പിന് സംഭവിച്ചതുപോലെ ഇത് മൊത്തം ആ സാന്നിധ്യം കൊണ്ട് നിറയും, ആ മഹത്വം കൊണ്ട് നിറയും. അതിൻ്റെ നിറമാവും, അതിൻ്റെ സ്വഭാവമാവും, അതിൻ്റെ രൂപമാവും. അതിനാണ് ആത്മസ്നാനം. അല്ലാതെ പള്ളി വന്ന് രണ്ട് അന്യഭാഷ പറയാൻ വേണ്ടി, പാട്ടുപാടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് അന്യഭാഷ പാടാൻ വേണ്ടി തന്നിരിക്കുന്നൊരു സംഗതി അല്ലിത്. മനുഷ്യനെ ദൈവാനുരൂപമായി മാറ്റാൻ, ദൈവ സ്വഭാവത്തിലാക്കി തീർക്കാൻ ആത്മാവ് അത്ഭുതകരമായി പ്രവർത്തിച്ചിരിക്കുന്ന സംഗതിയാണ് ഇത്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, മുഴുവൻ അവയവങ്ങളിലും ഈ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിറങ്ങി ആ ദൈവ സ്വഭാവത്തിലും രൂപത്തിലും മനുഷ്യനെ തീർക്കാൻ ദൈവം അയച്ച അത്ഭുതകരമായ ദൈവിക പദ്ധതിയാണ് ആത്മസ്നാനം. അത് സംഭവിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇപ്പറയുന്ന ആഴമായ അനുഭവം ഉണ്ടാവില്ല. കേവലം ഒന്ന് കുലുങ്ങിയെന്ന് വരാം, അത് എപ്പോഴും കുലുങ്ങണമെന്നില്ല. വെറുതെ രണ്ട് അന്യഭാഷയിൽ ഒതുക്കും, അതും വല്ലപ്പോഴും മാത്രം ഉണ്ടാകുന്ന അന്യഭാഷയായി മാറും. എന്നാൽ ശരിക്കും വാസ്തവത്തിൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നുകൂടെ ഞാൻ എടുത്തു പറഞ്ഞാൽ, ദൈവ സാന്നിധ്യം വന്നിറങ്ങി ഒരാളാകവും പുറവും മൊത്തം ആത്മാവിനാൽ ആവസിക്കുന്നവരായി തീരണം. അതിൻ്റെ ശക്തിയിലും മഹത്വത്തിലും അവരിറങ്ങി വരണം. ആത്മാവ് ചെയ്യുന്ന പ്രവൃത്തികൾ കൂടെ അതിൻ്റെ കൂടെ ഞാനൊന്ന് പറഞ്ഞൊന്ന് ഉദാഹരിച്ചാൽ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ 16-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം അറിയാമോ? യോഹന്നാൻ 16:8, John 16:8. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. സാധാരണ ആളുകൾ എന്താ ചിന്തിക്കുന്നതെന്നറിയോ? പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആത്മാവ് പറയും, ഹേ നിനക്ക് ഒരു കുഴപ്പം പറ്റി, നീ ചെയ്തത് തെറ്റാണെന്ന് പറയും. എന്നാണ് ആളുകളുടെ ചിന്ത. അല്ലാന്നേ, അത്രയും കൊണ്ട് ഒതുങ്ങുന്ന കാര്യം അല്ലത്. അതിനേക്കാൾ വ്യാപകമായ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ, ഞാനതിനെ ഉദാഹരിച്ച് മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിൽ കൂടെ ഉദാഹരിക്കുകയാണ്. ഇരുമ്പ് ഭൂമിയിൽ നിന്ന് എടുത്തതാണ്.
മണ്ണിനകത്ത് കിടന്നതാണ്. നമ്മുടെ കൈ കിട്ടി ഇരുമ്പ് പോലെ അല്ലല്ലോ കിടന്നത്, മണ്ണിനകത്ത് ലയിച്ചിരുന്ന സാധനമല്ലേ. ഇത് ഭയങ്കര ചൂടിനകത്തിട്ട് ഉരുക്കി എടുത്ത് വേർതിരിച്ച് കൊണ്ടുവന്നാണ്. നമ്മൾ പറയുന്ന ഷേപ്പിലെത്തിയതും പിന്നെയും തീക്കകത്തിട്ട് പ്രോസസ്സ് ചെയ്താണ് ആ ഷേപ്പിൽ കൊണ്ടുവന്നത്. നമ്മളെ കൈ കിട്ടിയ ഈ ഇരുമ്പ്. പക്ഷെ നിങ്ങൾ പുറത്തെടുത്ത് വെച്ചാൽ ഇതിന് തുരുമ്പ് പിടിക്കും. അതാണ് എൻ്റെ സ്വഭാവം. ഈർപ്പം, പൊടി, അന്തരീക്ഷത്തിലെ ഈർപ്പം, പൊടി അതിന് തുരുമ്പ് വരുത്തും. തുരുമ്പ് വരുത്താതിരിക്കാൻ നമ്മൾ പെയിൻ്റ് അടിക്കും. ഒരിക്കലും തുരുമ്പ് വരുത്താനുള്ള മാർഗം എൻ്റെ ഭാഷയിലങ്ങ് പറഞ്ഞാൽ അതിനെ തീക്കകത്തങ്ങ് ഇട്ടേക്കണം. തീക്കകത്തിട്ടാൽ പിന്നെ തുരുമ്പ് പിടിക്കില്ല. തുരുമ്പോ പൊടിയോ ഈർപ്പമോ വരുമ്പോൾ ഈ തീ അതിനെ തിന്നുകളെയും ദഹിപ്പിക്കും, അതിനെ ശുദ്ധമായി കാക്കും. ആമേൻ. ഈ ആത്മജീവിതം പാപമില്ലാതെ വിശുദ്ധമായി ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ജീവിതമാണ് എന്നറിയാമോ? അല്ലാതെ ഞാൻ മനുഷ്യനാണ്, ഇടയ്ക്കിടയ്ക്ക് കുഴപ്പം പറ്റിപ്പോവും. അങ്ങനെ കുഴപ്പം പറ്റിപ്പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു വരുമ്പോൾ ഒന്ന് തിരിച്ചു വരും, പിന്നെയും ഇങ്ങനെ കുഴപ്പം പറ്റും. അങ്ങനെ വരുമ്പോൾ പിന്നെയും ആത്മാവ് പറഞ്ഞു തരും, ഞാൻ തിരിച്ചു വരും എന്ന് പറയുന്ന മണ്ഡലമാണോ വാസ്തവത്തിൽ ആത്മമണ്ഡലം? അതിനാണോ പരിശുദ്ധാത്മാവ് വന്നത്? 1 യോഹന്നാൻ 3:9 ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യാൻ അവന് കഴിയില്ല എന്ന് പറഞ്ഞാൽ മിക്ക പെന്തിക്കോസ്തുകാരും സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. കാരണം അങ്ങനെ ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കാനും അംഗീകരിക്കാനും തയ്യാറല്ല. അത്രേ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്ന മൊത്തം സത്യമാണ്. പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തൊരു പെർഫെക്ഷനിൽ അവരെത്തും എന്നല്ല. പക്ഷെ പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി അവരുടെ അകത്ത് ഉണ്ട്. വേണമെങ്കിൽ പാപം ചെയ്യാം, എന്നാൽ പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ശക്തി അവരുടെ അകത്ത് നിക്ഷേപിക്കുന്നു. അതിനാണ് ആത്മാവ് വരുന്നത്. എന്ന് പറഞ്ഞാൽ പാപം സമീപിച്ചു വരുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് പറയും, ഹേ ദാറ്റ് ഈസ് സിൻ, ഡോണ്ട് ടച്ച് ഇറ്റ്. അല്ല, വേറൊരു ഭാഷ പറയാം, ആത്മാവ് ഇറങ്ങിയാൽ ഈ ശരീരം മൊത്തമാണ് ആത്മാവ് ഇറങ്ങുന്നത്, ആത്മസാന്നിധ്യം ഇറങ്ങുന്നത്. അല്ല, ആത്മാവ് എവിടെയെങ്കിലും ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതല്ല, തലയ്ക്കകത്ത് വന്നിരിക്കുന്നതല്ല, ആളുകൾ ചിന്തിക്കുന്ന പോലെ ഹൃദയത്തിനകത്ത് വന്നിരിക്കുന്നതല്ല. എവ്രിവെയർ ഇൻ യുവർ ബോഡി ആത്മാവ് വരും. അങ്ങനെ വന്നാൽ ഇപ്പൊ ഈ കണ്ണിനകത്ത് ആത്മാവ് വന്നിറങ്ങിയാൽ ഇതിനകത്തേക്ക് ഒരു തെറ്റായ ഒരു കാഴ്ച വന്നാൽ ഈ കണ്ണിനകത്തുള്ള ദൈവശക്തി, ആ സാന്നിധ്യം അതിനെ ചേർക്കും, അതിനകത്തോട്ട് ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. ഈ കയ്യിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നു എന്ന് വന്നാൽ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തെ, ആത്മാവ് സമ്മതിക്കാത്ത കാര്യത്തെ തൊടാൻ പോകുമ്പോൾ ആത്മാവ് ചെറുക്കും. നീ ദൈവത്തിന്റെ പൈതലാണ്, ഡോണ്ട് ടച്ച് എന്ന് പറയുന്ന ഒരു ശബ്ദം മാത്രമല്ല, തൊടാതിരിക്കാനുള്ള ശക്തി ഉണ്ടാവും. പാപത്തെ തൊടാതെ പാപത്തെ മീതെ അതിനെ ജയിച്ച് ജീവിക്കാൻ ദൈവം തൻ്റെ ജനത്തെ വിളിച്ചതാണ്. അതാണ് അസൽ ആത്മീയ ജീവിതം. If you continue in sin, keep on sinning. അങ്ങനെ അനുഭവം ഈ പുസ്തകം സമ്മതിക്കുന്നില്ല. വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയാണ് യേശുവിൻ്റെ രക്തം നമ്മെ കഴുകി ശുദ്ധീകരിച്ചത്. വിശുദ്ധന്മാരെ മാത്രമേ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകുള്ളൂ. അല്ലാതെ കൂടെ അവിടെയും വീണ് ഇവിടെയും വീണ് മുട്ടും പൊട്ടി മൂക്കും പൊട്ടി ജീവിക്കുന്ന ഒന്നിനെയും കൊണ്ടുപോകാൻ യേശു വരുന്നില്ല. തൻ്റെ സഭയെ കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി ഒരുക്കിയെടുക്കാനാണ് ഈ ആത്മാവിനെ ഈ പുതിയ നിയമസഭയ്ക്ക് കൊടുത്തത്. പഴയ നിയമത്തിൽ ജനത്തിന് കൂടെ തോൽവി പറ്റി, നല്ലൊരു പങ്ക് ജനവും തോറ്റുപോയി. വളരെ അപൂർവം ആളുകൾ മാത്രമേ വിശുദ്ധ ജീവിതം നയിച്ചുള്ളൂ. കൊച്ചൊരു ശേഷിപ്പ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിൻ്റെ നടുവിലാണ് ഞാൻ മുമ്പ് പറഞ്ഞ വാക്യം പറഞ്ഞത്, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും,
എൻ്റെ വഴികളിൽ നിങ്ങളെ നടക്കുമാറാക്കും, അതിനുള്ള ശക്തി തരുമെന്ന് അന്ന് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കാനാണ് ദൈവത്തിൻ്റെ ആത്മാവിന് തന്നത്. എടുത്തു പറയുന്നു, തെറ്റും തിന്മയും പറ്റി കൂടെ കൂടെ ജീവിക്കുന്ന ജീവിതമല്ല വിശുദ്ധ ജീവിതം, ആത്മജീവിതം, ദൈവത്തിൻ്റെ സാക്ഷാലുള്ള ദൈവമക്കളുടെ ജീവിതം പാപത്തിന് മീതെയുള്ള ജീവിതമാണ്, പാപത്തിന് വിധേയപ്പെടാത്തുള്ള ജീവിതമാണ്. അങ്ങനെയുള്ളൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ ഇതിനകത്ത് ആത്മാവ് ഇറങ്ങിയെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ രണ്ട് അന്യഭാഷ പറഞ്ഞാൽ ഈ മണ്ഡലങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് യേശു പറഞ്ഞ, യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്, അവൻ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും. മാത്രമല്ല 16-ാം അധ്യായം യോഹന്നാൻ, അതിന്റെ 13-ാമത്തെ വാക്യം നോക്കൂ. റൈറ്റ്, താങ്ക് യു. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ശരി എന്താണ്, സത്യം എന്താണെന്ന് ആത്മാവ് കാണിച്ചു തരും, അതിലേ കൊണ്ടുപോകും. അതാണ് ആത്മാവിൻ്റെ ജോലി. എന്താണ് ദൈവത്തിൻ്റെ സത്യം, എന്താണ് നാം പോകേണ്ട വഴി, തെറ്റുകൂടാതെ അതിലെ കൊണ്ടുപോകും. എവിടെങ്കിലും തെറ്റാൻ തുടങ്ങുമ്പോൾ പ്രവചനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുക എന്ന് ദൈവശബ്ദം കേൾപ്പിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരനുഭവം, വഴി കാണിക്കുന്ന ഒരനുഭവം. അതായത് ചില പണ്ടത്തെ രീതിക്ക് പറയുകയാണ്, ഞാൻ കുറച്ചൊരു പറയാൻ മനുഷ്യനുമാണല്ലോ. ഞങ്ങളെ പണ്ട് യോഗത്തിന് പോകുമായിരുന്നു, ഇപ്പോഴും യോഗത്തിന് പോകും, പണ്ട് യോഗത്തിന് പോകും, നടന്ന് യോഗത്തിന് പോകുമായിരുന്നു. അങ്ങനെ വണ്ടിയൊന്നും ഒത്തിരി ഇല്ലാത്തൊരു കാലം, എൻ്റെ ബാല്യകാലം അങ്ങനത്തെ കാലമാണ്. ഒത്തിരി വണ്ടിയും ഇലക്ട്രിസിറ്റിയും ഒന്നും നാടുകളിലുള്ളൊരു കാലത്തല്ല ജനിച്ചു വളർന്നത്. അപ്പം അന്ന് നിങ്ങളും ഇതൊക്കെ കുറച്ചൊക്കെ പുതിയ തലമുറയ്ക്ക് അറിയില്ല എങ്കിലും ഇച്ചിരി പഴയ കാര്യം പറയാം. അന്ന് ഞങ്ങൾ യോഗത്തിന് പോകും, കൂട്ടമായിട്ട് യോഗത്തിന് പോകും, ദൂരെയും നടന്നു പോകും. രാത്രിയിലല്ലേ യോഗം, പല യോഗം രാത്രിയിലാണ്. അങ്ങനെ യോഗത്തിന് പോകുമ്പോൾ ഞങ്ങൾ പോയത് എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങൾ ചൂട്ട് കത്തിച്ചാണ് പോയത്. ഇന്നത്തെ പോലെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ടോർച്ച് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയൊരു കാലം അല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചൂട്ടാണ്. അറിയില്ലേ ചൂട്ടെന്ന് പറഞ്ഞാൽ? അതെ. അപ്പം ചൂട്ട് കത്തിച്ച് പിടിക്കും. അപ്പം അത് വെട്ടമുണ്ട്, ആ വെട്ടത്തിൻ്റെ പുറകെ വഴി കണ്ടു പോവാം. അപ്പോൾ തീക്കകത്ത് വെട്ടമുണ്ട്. തീ എത്രയും വലുതാണോ അതിനനുസരിച്ച് വെട്ടമുണ്ട്. സ്റ്റൗ കത്തിച്ച വെട്ടമില്ലേ, കൊച്ചു വെട്ടം. വലിയ വെട്ടം വേണമെങ്കിൽ വലിയ തീയിടണം. വലിയ വീട്, ചില കെട്ടിടങ്ങളൊക്കെ കത്തിയാൽ അങ്ങ് മേളിപ്പുറം അങ്ങ് തീയും പൊങ്ങുന്ന കണ്ടിട്ടില്ലേ? തീയുടെ അളവിനനുസരിച്ച് വെട്ടം കൂടുകയോ കുറയുകയോ ചെയ്യാം. ഏതായാലും തീക്കകത്ത് വെട്ടമുണ്ട്. അപ്പോൾ വഴി കാണണോ? ആത്മാവ് അതുപോലെ ചെയ്തു തരും, വഴി കാണിക്കും. ദൈവത്തിന് സത്യം കാണിച്ചു തരും. രണ്ട് കാര്യം കാണിക്കും. ദൈവത്തെ കാണിക്കും, തന്നെ തന്നെ കാണിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ യെശയ്യാ പ്രവാചകന്റെ അനുഭവം നോക്കൂ. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു, ആദ്യത്തെ 5 അധ്യായം പ്രവചിച്ചു. എന്താ പ്രവചിച്ചെന്നറിയാമോ? ഇസ്രയേലേ, നിങ്ങൾ കന്നാലിയൊക്കെ കഷ്ടമാണ്, നിങ്ങൾ കഴുതിയൊക്കെ കഷ്ടമാണ്. അതാണ് പുസ്തകം. 1-ാം അധ്യായം വായിച്ചു നോക്കണം. കാള തൻ്റെ ഉടവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തെട്ടിയെയും അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല. അങ്ങനെ കഴുതിയേക്കാൾ നിങ്ങൾ കഷ്ടമാണെന്നാണ് പ്രവചിച്ചത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ജനത്തിൻ്റെ അനുഭവം അതായിരുന്നു. എന്നാൽ 6-ാം അധ്യായം വന്നപ്പോഴോ താൻ ദൈവത്തെ ഒന്ന് കണ്ടു, ദൈവത്തിൻ്റെ മഹത്വം ഒന്ന് കണ്ടു. കണ്ടപ്പോഴെന്ത് പറയുന്നു? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാനും നിതാ തെറ്റിൽ ജീവിക്കുന്നു. ജനം മാത്രമല്ല, എൻ്റെ അകത്തും കുഴപ്പമുണ്ട്. എപ്പോൾ കണ്ടു? ദൈവത്തിൻ്റെ മഹത്വം കണ്ടപ്പോൾ. ബാക്കിയുള്ളവരുമായി തുലനം ചെയ്തപ്പോൾ ഹി വാസ് ബെറ്റർ, വലിയ കുഴപ്പക്കാരനൊന്നും അല്ല. എന്നാൽ ദൈവത്തെ കണ്ടപ്പോൾ ജീവിതം ഏതുമില്ല എന്ന് ബോധ്യപ്പെട്ടത് അവിടെയാണ്. അവിടെയാണ് അനുതാപം ഉണ്ടായത്. ദൈവസഭയിൽ സംഭവിക്കേണ്ടതും അതാണ്.
വന്ന് സ്വസ്ഥമായി കംഫർട്ടബിളായിട്ട് ഇരുന്നിട്ട് പോകാനുള്ള ഒരു ഇടമല്ല ദൈവസഭ. ഇതാ ഇന്ന് ബഹുഭൂരിപക്ഷം സംഭവിക്കുന്നതാണ്. വന്നു, കംഫർട്ടബിൾ, വി ആർ ഓക്കെ, അങ്ങനെ ഒരു ഇരിപ്പിരുന്നിട്ട് പോകാൻ അത് ദൈവത്തിൻ്റെ സാക്ഷാൽ സഭയല്ല. അത് നിങ്ങളുടെ സ്വന്തം സഭയാണ്. ദൈവത്തിൻ്റെ സഭയാണോ? ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയാൽ ഏത് വ്യക്തിയും ദൈവവുമായി തന്നെ തുലനം ചെയ്താൽ അതിന് ചേരുന്ന ഒരു വ്യക്തിയും അഖിലാണ്ടത്തില്ല. എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് ശുദ്ധമാക്കണമേ, എന്നെ ഒന്ന് നേരെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണോ? അതിന് ദൈവിക വെളിപ്പാടുണ്ടാകാതെ സാധ്യമല്ല. അതിന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം വേണം. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയാണ്, ആത്മജീവിതം അറിയണോ, തങ്ങളെ തന്നെ ബോധ്യപ്പെടണോ, തങ്ങളുടെ ജീവിതത്തിൽ കുഴപ്പമുണ്ടെന്ന് അറിയണോ, ദൈവവുമായി തുലനം ചെയ്തേ പറ്റുള്ളൂ. ദൈവവുമായി തുലനം ചെയ്യാൻ ഇത്തരം പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കൂടാതെ 1 കൊരിന്ത്യർ 14-24-25 വാക്യം വായിച്ചാൽ, നിങ്ങൾ അന്യഭാഷ മാത്രം പറഞ്ഞാൽ ആളുകൾക്ക് എന്ത് പ്രയോജനം? കേൾക്കുന്നവർ നിങ്ങളെന്താ പറയുന്നത് തിരിയുന്നില്ല, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയില്ലയോ? അതേസമയം നിങ്ങൾ ഓരോരുത്തൻ പ്രവചിച്ചാലോ? മനുഷ്യൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. ദൈവം നിങ്ങളുടെ നടുവിലുണ്ടെന്ന് ജനത്തിന് ബോധ്യമാവും. ജനം കവിണ്ണ് വീണ് ദൈവത്തെ നമസ്കരിക്കും. ആത്മാ പറയുന്ന കാര്യമാണ്. ഒന്നുകൂടെ തെളിച്ചൊക്കെ പറയാം. ഞാൻ പള്ളിയിൽ വന്നിട്ട് നമുക്ക് പാട്ടുണ്ട്, 2 അന്യഭാഷയുണ്ട്, അത്രയും പറഞ്ഞ് മാത്രം പോയാൽ മനുഷ്യ ജീവിതത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ വെളിപ്പെടുന്നില്ല. അല്ല, ഇച്ചിലൂടെ പറഞ്ഞാൽ പണ്ടത്തെ പെന്തക്കോസ്തിലെ കാത്തിരിപ്പ് യോഗങ്ങളുണ്ടായിരുന്നു. പണ്ടത്തെ പെന്തക്കോസ്തിൽ ഇപ്പം അങ്ങനത്തെ ഇല്ല. അന്നത്തെ കാത്തിരിപ്പ് യോഗത്തിന് അനേക സഭകളിലും പ്രവാചകന്മാരുണ്ട്. ഏറെക്കുറെ മിക്ക സഭകളിലും പ്രവാചകന്മാരുണ്ട്. അന്നത്തെ ശുശ്രൂഷകന്മാർ ഏറെക്കുറെ മിക്ക പേരും പ്രവചിക്കുന്നവരായിരുന്നു. അല്ല, പുറത്തുനിന്ന് പ്രവാചകനെ കൊണ്ടുവന്നാൽ അലസൻ വിശ്വാസി ആ യോഗത്തിന് പോകത്തില്ല. കാരണം ചെന്നിരുന്നാൽ വിവേചിക്കും. പാപം ഉണ്ടെങ്കിൽ പാപം വിളിച്ചു പറയും. ഇന്നത്തെ കാലത്തെ പോലെ നിന്നെ തലയാക്കും, വാലല്ല, നിന്നെ ഉയർത്തും എന്ന് പറയുന്ന പ്രവചനമായിരുന്നില്ല അന്ന്. വേദപുസ്തക പ്രവചനവും അങ്ങനെയല്ല. വേദപുസ്തക പ്രവചനവും ജീവിതത്തിൻ്റെ അവസ്ഥകളെ വിവേചിക്കാനുള്ളതാണ് പ്രവചനം. അതാണ് ആ ശുശ്രൂഷ. ആളുകളെ നേരെയാക്കാനുള്ളതാണ് ആ ശുശ്രൂഷ. അതിനകത്ത് ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഭാവി വാക്തങ്ങൾ ഉണ്ടെങ്കിലും ബേസിക്കലി ദ റോൾ ഓഫ് പ്രൊഫസി ഈസ് ടു ഗെറ്റ് പീപ്പിൾ ബാക്ക് ടു ഗോഡ്. ദൈവിക അനുഭവങ്ങളിൽ, ആത്മാനുഭവങ്ങളിലേക്ക് ആളുകളെ മടക്കിക്കൊണ്ടുവരാനാണ് ഈ ആത്മശുശ്രൂഷ. പരിശുദ്ധാത്മാവ് അന്യഭാഷ പറഞ്ഞാൽ മാത്രം പോരാ, അത് കൃപാവരങ്ങളായി വ്യാപരിക്കണം. അത് പ്രവചനമായി വരണം, ദർശനമായി വരണം, വ്യാഖ്യാനമായി വരണം. ഇതൊന്നുമില്ലാത്ത ഈ ആത്മമണ്ഡലം, പാട്ടും പ്രാർത്ഥനയും 2 അന്യഭാഷയും കൊണ്ട് ഒതുങ്ങുന്ന മണ്ഡലം പരിശുദ്ധാത്മാവിൻ്റെ അസൽ മണ്ഡലമല്ല, കേവലം അതിൻ്റെ തുടക്കം മാത്രമാണ്. അങ്ങനെ ആത്മാക്കളെ വിവേചിക്കുന്ന ദൈവപ്രവൃത്തി ദൈവസഭയിൽ ഉണ്ടെങ്കിൽ അനുതാപം ഉണ്ടാവും, ഏറ്റുപറച്ചിലുണ്ടാകും, തങ്ങളെ തന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടാവും. ഓരോ ദിവസവും ജനം ദൈവത്തോട് അടുത്തു വന്നിട്ട് വീട്ടിൽ പോകും. അതിന് മണ്ഡലം ഉണ്ടാവും. അതിന് നല്ലപോലെ തീ കത്തണം. പരിശുദ്ധാത്മാവ് അതിന് ശക്തിയോടെ ഇറങ്ങി വരണം. 3ാമത്തെ കാര്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, പ്രവൃത്തി 1:8, യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും. അതാണ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ സാക്ഷികളാവും. ശക്തി ലഭിച്ചിട്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശരിക്കും കിട്ടേണ്ട ശക്തിയാണ്. അന്യഭാഷ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും അന്യഭാഷ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളിൽ അനേകം പേരെക്കാൾ കൂടുതൽ ഞങ്ങൾ അന്യഭാഷ പറയുന്നു, പൗലോസ് പറഞ്ഞ പോലെ. പക്ഷെ അതിനുവേണ്ടി മാത്രമുള്ളതല്ല ഈ ആത്മസ്നാനം. ശക്തി കിട്ടാൻ വേണ്ടിയുള്ളതാണ്. എന്ത് ശക്തി? എന്ത് കാര്യത്തിന് വേണ്ടി മനുഷ്യനെ വിളിച്ചോ അതിന് ശക്തി കിട്ടാനുള്ളതാണ് ഈ ആത്മസ്നാനം. അല്ല, ഞാൻ മറ്റേ പറഞ്ഞ ആ ഉദാഹരണത്തിൽ തന്നെ പറയാം.
ഞാൻ പറയുന്നത് തീക്കകത്ത് ശക്തിയുണ്ടെന്ന്. ഫയർ പ്രൊഡ്യൂസസ് പവർ. ഫയർ പ്രൊഡ്യൂസസ് പവർ. പറഞ്ഞൊരു അർത്ഥം എന്തെന്നോ നാടൻ മലയാളത്തിൽ പറയാം. നമ്മുടെ നാട്ടിൽ ട്രെയിൻ എന്ന് പറയുന്ന പേരെന്താണ്? ട്രെയിൻ. മലയാളത്തിൽ എന്താണ് ട്രെയിൻ എന്ന് പറയുന്ന വാക്ക്? തീവണ്ടി. എന്തിനാ തീവണ്ടി എന്ന് വിളിച്ച്? എന്തിനാണെന്ന് ട്രെയിനിനെ തീവണ്ടി എന്ന് വിളിച്ച്? തീയിട്ട് വണ്ടി കത്തിച്ചോടിച്ചു അല്ലേ? കൽക്കരിയിട്ട്, വേറെ കൽക്കരിയിട്ട് നല്ല തീ കത്തിച്ച് അടുപ്പിലെ തീക്കകത്ത് നോക്കില്ല, മുട്ടൻ തീയിടണം. തീ ഇടുമ്പോ അതിനകത്തുനിന്ന് ശക്തി ഉൽപാദനമാവും. എൻജിൻ ചലിക്കും, നല്ലപോലെ ശക്തി ഉണ്ടാവും. എത്ര ബോഗി വലിച്ചുകൊണ്ട് പോകണം, എത്ര കോച്ച് കൊണ്ടുപോകണമെന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നു, അത്രയും കോച്ച് വലിച്ചുകൊണ്ട് പോകും. മനുഷ്യരെ കൊണ്ടുപോകും, ചരക്ക് കൊണ്ടുപോകും, എത്ര ദൂരവും പോകും. അപ്പൊ അതാണ് സംഭവം. ശരി, ആ വണ്ടി ഇന്നിപ്പോ ഇല്ല എന്നുള്ള സത്യം. നിങ്ങൾ കാർ ഓടിക്കുന്നില്ലേ? നിങ്ങൾ കാർ ഓടിച്ചത്, നിങ്ങൾ പെട്രോൾ ഒഴിച്ചപ്പോൾ പെട്രോൾ വീണ് നനഞ്ഞാണോ നിങ്ങളുടെ വണ്ടി പോയേ? ആണോ? പെട്രോൾ വീണു, എൻജിൻ നനഞ്ഞു, അങ്ങനെ വണ്ടി ഓടിയതാണോ? അല്ലല്ലോ. പിന്നെ തീ കത്തിയില്ലേ? നിങ്ങൾ കാണുന്നില്ല, പക്ഷെ തീ കത്തിയില്ലേ? സംശയം വല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഹുഡേ പോയി തൊട്ട് നോക്കണം. അപ്പം അറിയാമല്ലോ അത് തീയാണോ ഇല്ലയെന്ന്. മോട്ടോർ സൈക്കിൾ അടിക്കുന്നവൻ സൈലൻസറെ തൊട്ട് നോക്കണം. നിങ്ങൾ കാണാതെ അതിനകത്ത് തീ കത്തിയില്ലേ? അങ്ങനല്ലേ പവർ പ്രൊഡ്യൂസ് ചെയ്തത്? നിങ്ങളുടെ കാറിൽ ആ പവർ പ്രൊഡ്യൂസ് ചെയ്തു. വലിയ ട്രക്കിനകത്ത് അതുകൊണ്ടാണുള്ള പവർ പ്രൊഡ്യൂസ് ചെയ്തു. ട്രെയിനിനകത്ത് ഇപ്പോൾ ഇലക്ട്രിക് ആയിരിക്കാം, എന്നിലും അതിന് പവർ പ്രൊഡ്യൂസ് ചെയ്തു. അല്ല, ഞാൻ ചോദിക്കുന്നത്, വിമാനത്തിൽ ഇതേ ഇന്ധനം ഒഴിച്ചാലേ, അപ്പം അതിന് പവർ പ്രൊഡ്യൂസ് ചെയ്തില്ലേ? ഇല്ലേ? അതിനകത്ത് തീ കത്തി. പക്ഷെ അതിനകത്ത് കത്തിയ തീ ശക്തിയുള്ള തീയാണ്. നമ്മൾ തീ കാണുന്നില്ല, പക്ഷെ ഇറ്റ്സ് റിയൽ. അപ്പം വിമാനം പൊങ്ങി, വിമാനം തലയിൽ കൂടെ ഓടിയുമ്പോൾ ഇങ്ങനെ മേപ്പോട്ട് പൊങ്ങുമ്പോൾ ഭൂമി പറയും പൊങ്ങരുത്. കാരണം എനിക്കൊരു നിയമമുണ്ട്. എന്താ നിയമം? ഒരു സാധനം എന്നിൽ നിന്ന് മേപ്പോട്ട് പോകാൻ പാടില്ല. അതിൻ്റെ പേര് ആകർഷണ ശക്തി, ഭൂമിയുടെ ഗുരുത്വാകർഷണം. മേപ്പോട്ട് പോകുന്ന എന്തിനും താഴെ എല്ലാം എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുമ്പോൾ വിമാനത്തിൻ്റെ എൻജിൻ പറയും, ബാക്കി എല്ലാ വണ്ടി ഒരിക്കലും നീയെ പണിഞ്ഞോളൂ, ബാക്കി എല്ലാത്തിനും നീ പിടിച്ചു നിർത്തിക്കോളൂ. പക്ഷെ എൻ്റെ അകത്തൊരു എൻജിൻ വെച്ചിരിക്കുന്നു. എൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന എൻജിൻ നിന്റെ സകല നിയമങ്ങളെയും സസ്പെൻഡ് ചെയ്ത് ഇതിനെ അതിജീവിച്ചു പോകാൻ എൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന എൻജിന് പറ്റും. നിനക്ക് തടയാൻ പറ്റില്ല. പർവ്വതമേ, നിനക്കതിനെ തടയാൻ പറ്റില്ല. സമുദ്രമേ, നിനക്കതിനെ തടയാൻ പറ്റില്ല. എന്നിനകത്ത് നിക്ഷേപിച്ചിരിക്കുന്ന എൻജിനകത്ത് വന്ന ശക്തി ഇതിനെ അതിജീവിക്കുന്നതാണ് എന്ന് പറയുന്ന മണ്ഡലമുണ്ടെന്നറിയാമോ? ഞാൻ ചോദിക്കുന്ന, ഭൂമിയിലെ തീക്ക് ഇത് കഴിയുമെങ്കിൽ അത്യുന്നത ദൈവശക്തി മനുഷ്യൻ്റെ അകത്ത് ഇറങ്ങിയാൽ സാധാരണ ജീവിതമുണ്ടോ അതോ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമോ? ഭൂമിയുടെ നിയമങ്ങളെ അതിജീവിക്കാൻ ഈ വിമാനത്തിനകത്തുള്ള എഞ്ചിന് ശക്തി കൊടുത്തെങ്കിൽ ഈ ലോക നിയമങ്ങളെയും ഇതിൻ്റെ തത്വങ്ങളെയും അതിജീവിച്ചൊരാത്മമണ്ഡലമുണ്ടെന്നും ആത്മാവിൽ ജീവിക്കുന്ന ജീവിതം ഉണ്ടെന്നും അറിയാൻ ഈ തീ കത്തിയാൽ പറ്റും. ഇല്ലയോ? ഇങ്ങനെ സാധാരണ ഓർഡിനറി ആയിട്ട് ജീവിക്കും. ഇതിനാണ് ദൈവം തൻ്റെ ആത്മാവിനെ കൊടുത്തത്. അല്ല, ഒന്നുകൂടെ പറയാം, റോക്കറ്റ് മേപ്പോട്ട് പോകുന്ന കണ്ടിട്ടുണ്ടോ? അത് തീ കത്തുന്നത് കാണാം, മറ്റേതിനകത്തും തീ കത്തുന്നത് കാണില്ല. ഇത് തീ കാണാം, പക്ഷെ അത് നേരെ ഒറ്റ പൊക്കാണ്, നേരെ മേപ്പോട്ട് പൊങ്ങുകയാണ്. അതിന് ഈ അന്തരീക്ഷത്തിൽ പോകണം, ഈ സ്പേസിൽ പോകണം, അതിനെ കാണാൻ, അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ. അല്ല, ഇന്നത്തെ ലോക മണ്ഡലത്തെ നിയന്ത്രിക്കുന്ന അതല്ലേ? ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് അത് നിയന്ത്രിക്കുന്നില്ലേ? ഈ ആകാശ മണ്ഡലത്തിൽ മൊത്തം സ്വാധീനം ചെലുത്താൻ ഇതിന് പറ്റുമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മ ശക്തികളുടെ മേൽ
ആധിപത്യം ചെലുത്താൻ ദൈവസഭയ്ക്ക് മാർഗമുണ്ടെന്നും വഴിയുണ്ടെന്നും അറിയാനും വിശ്വസിക്കാനും പെന്തിക്കോസ്തുകാർക്ക് തയ്യാറുണ്ടോ? അതോ നടന്നു വരുന്ന ഓർഡിനറി പെന്തിക്കോസ് വരുന്നു പോകുന്നു, ഇതിനപ്പുറമൊന്നും സംഭവിക്കാത്തതായി നിൽക്കുന്ന മണ്ഡലത്തിൽ നിന്ന് വന്നാൽ രോഗിക്ക് സൗഖ്യം പ്രാപിക്കാൻ, വന്നാൽ ജനത്തിന് വിടുതൽ പ്രാപിക്കാൻ, വന്നാൽ വ്യക്തികളെ വിവേചിച്ചാൽ അസാധ്യമായ കാര്യങ്ങൾ കൊണ്ട് വരുന്നവർക്ക് അന്നത്തെ ദിവസം വ്യാപരിക്കുന്ന ആത്മശക്തിയുടെ വ്യാപാരത്താൽ കാര്യങ്ങൾ നിവർത്തിക്കപ്പെട്ടു പോകാൻ സഭ ഒരുക്കപ്പെടാൻ ദൈവം ഉണ്ടാക്കിയതാണ് ഈ മണ്ഡലം. അല്ല, ഈ തീക്ക് ക്യാൻസർ ചികിത്സയില്ലേ? റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു രശ്മിയുടെ വ്യാപാരമല്ലേ? എന്താണ് എക്സ്റേ? ഒരു തരം റേസാണ് റേഡിയേഷനിൽ കൂടെ പോകുന്നത്. അതിന് ക്യാൻസറിനെ ചികിത്സിക്കാൻ പറ്റുമെങ്കിൽ, സർജറീസ് നടത്താൻ പറ്റുമെങ്കിൽ, ഞാൻ ഇന്ന് വിളിച്ചു ചോദിക്കുന്നു, ദൈവശക്തി എന്ന ആ തീ വ്യാപരിച്ചാൽ ഏത് അവയവങ്ങളിലാണ് അതിന് കേടുമാറ്റാൻ പറ്റാത്തത്? ഏത് മണ്ഡലങ്ങളെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ അതിന് പറ്റാത്തത്? പാതാളം മുഴുവനും അതിൻ്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ അതിനെ കാണാനും അതിനെ നിർവീര്യമാക്കാനും ദൈവം തൻ്റെ ജനത്തെ ആത്മശക്തിയിൽ ഒരുക്കാൻ തീരുമാനിച്ചിരിക്കെ, ഇതൊന്നും അറിയാൻ മേലാത്തവരായി കുറെ ഓർഡിനറി ജീവിതം നയിക്കുന്ന പെന്തിക്കോസ്തുകാരോട് ദൈവത്തിന് ചോദിക്കാനുള്ള ചോദ്യം, എൻ്റെ ആത്മീയ പരിചയം ഉണ്ടോ? അങ്ങനെ ആത്മാനുഭവമുണ്ട്, അനുഭവിക്കാൻ പറ്റുന്നൊരു ആത്മാനുഭവമുണ്ട്. ആമേൻ. അത്രയും മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കൂടുതൽ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. വലിയ ആത്മമണ്ഡലമുണ്ട്. യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്, വലിയ ആത്മമണ്ഡലമുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാണ്, പഴയ പെന്തിക്കോസ്തുകാരനായ ഞാൻ, പാരമ്പര്യ പെന്തിക്കോസ്ത് വീട്ടിൽ ജനിച്ച ഞാൻ കാണുന്നത് എൻ്റെ ബാല്യകാലത്ത് വലിയ ആത്മശക്തിയുടെ മണ്ഡലം കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അന്നത്തേക്കാൾ കൂടുതൽ ആത്മശക്തിയുടെ വ്യാപാരം ദേശത്ത് നടക്കുന്ന ഒരു സംഘത്തെ ഞങ്ങൾ കാണുന്നു. ഓർഡിനറി ഒതുങ്ങിയിരിക്കുന്ന തണുത്തിരിക്കുന്ന ഒരു കൂട്ടം പെന്തിക്കോസ്തുകാരെ എനിക്കറിയാം. പക്ഷേ ഞാൻ വ്യാപകമായി സഞ്ചരിക്കുന്ന ദേശത്ത് ഞാൻ കണ്ടിട്ടുള്ളത് വലിയ ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്, സ്വർഗീയ മണ്ഡലങ്ങൾ ജീവിക്കുന്ന മനുഷ്യരുണ്ട്, പിശാചിന്റെ പ്രവർത്തികളെ കീഴടക്കി ആധിപത്യം നടത്തുന്ന മനുഷ്യരുണ്ട്. അവരെ പിടിച്ചു നിർത്താൻ ഒന്നിനും പറ്റാത്ത തരത്തിൽ ജീവിക്കുന്ന ദൈവ മക്കൾ ഇന്നത്തെ കാലത്തുണ്ട്. ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്, ഒന്നറിയാൻ വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. എപ്പം നമ്മൾ റെഡിയാണോ അന്നേരം റെഡിയാണ്, ദൈവം റെഡിയാണ്. കുറഞ്ഞ പക്ഷം അറിഞ്ഞിരിക്കൂ, ഇങ്ങനൊരു സ്വർഗീയ മണ്ഡലമുണ്ട്. എനിക്ക് പരിചയപ്പെടുത്തിയ മണ്ഡലം നിങ്ങളോട് ഞാൻ പറയാം. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ ശക്തി എൻ്റെ മേൽ ഇറങ്ങി വന്നു. ഈ പഴയ പെന്തക്കോസ്തുകാരനെ എൻ്റെ മേൽ ഇതിനകത്ത് മുഴുവൻ വന്നങ്ങ് ഇറങ്ങി, എൻ്റെ ശരീരം മുഴുവൻ നിറച്ചു. പോകാൻ വന്നല്ല, ഇതിനകത്ത് താമസിക്കാൻ വന്നു. ശരീരത്തിൽ എവിടെയും തിരിച്ചറിയും ദൈവശക്തി വ്യാപരിക്കുന്നു. അത് പുറത്തേക്ക് പോകാൻ വേണ്ടി വന്ന ദൈവശക്തിയാണ്, മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കാൻ വേണ്ടി വന്ന ദൈവശക്തിയാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. നദി ഒഴുകിയാൽ നിങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ, നദി ഒഴുകിയാൽ ബാക്കിയുള്ളവർക്ക് വേണ്ടിയല്ലേ, നാടിന് വേണ്ടിയല്ലേ. ആമേൻ, ആമേൻ. പള്ളിക്കകത്ത് വരുന്നതിൻ്റെ മേൽ ദൈവശക്തി ഒഴുകണം. നിങ്ങളൊരാളെ കണ്ടാൽ തൊട്ടാൽ അവരുടെ മേൽ ദൈവശക്തി ഒഴുകണം. അതിനാണ് ദൈവസഭ, അതിനാണ് ദേവാലയം. ദേവാലയം ഇന്ന് പള്ളിയല്ല, നമ്മളാണ് ദേവാലയം. ദൈവം താമസിക്കുന്നത് നമ്മുടെ ശരീരമാണ്. ഈ ശരീരത്തിലൂടെ മനുഷ്യൻ ദൈവത്തെ കാണണം. ദേവാലയത്തിൽ വന്ന് അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മുടെക്ക് വന്ന് നമ്മളെ തൊട്ടാൽ അനുഭവിക്കണം. ദാറ്റ്സ് എക്സാക്ട്. പഴയ നിയമത്തിൻ്റെ നിവൃത്തിയാണ് പുതിയ നിയമം. അത് സംഭവിക്കണം. അതുകൊണ്ട് ഒരാത്മമണ്ഡലത്തിന് വേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്യാനാണ് എനിക്ക് നിയോഗം. അത് ഞാൻ വിളിച്ചു പറയുന്നു. സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വീകരിക്കൂ, ഹൃദയം തുറക്കാൻ മനസ്സുണ്ടെങ്കിൽ ഹൃദയം തുറക്കൂ, അന്വേഷിക്കാൻ മനസ്സുണ്ടെങ്കിൽ അന്വേഷിച്ചു നോക്കൂ. ദൈവം തൻ്റെ ആത്മാവിനെ വിശ്വസിക്കുന്നവരുടെ മേൽ പകരും. ദൈവവചനങ്ങളെ നിങ്ങളെ അനുഗ്രഹിക്കും.